तेरे लिए घर बनाऊं, दीवार नीले रंग से सजाऊं, पसंद है तुम्हें मालूम है, तुमने बताया था एक दफे, नीले फूल लाऊं तेरे लिए, खत लिखूं. അങ്ങനെ ബ്രൈറ്റ് ബി തൊട്ട് ഹെന്ന നൈറ്റ് നിക്കാ നൈറ്റൊക്കെ കഴിഞ്ഞത് ഇന്ന് നിക്കാഹ് നടക്കാൻ പോവാണ്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐഷാൻ്റെ കല്യാണം വ്ലോഗ്. അപ്പോൾ ഇന്നാണ് ഐഷാൻ്റെ നിക്കാഹ് ഡേ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഹൗ യു ഫീൽ? ഒന്നും പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് നടത്തിയോണ്ടുള്ളൊരു എന്താ പറയുക, അധികം ആ ഒരു എന്താ പറയുക അതിൻ്റെ ഉള്ളിലുണ്ട് ആ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊന്ന് എന്താ പറയാ, ഞങ്ങൾ ആ റിയാലിറ്റിയിലോട്ട് വരാൻ കുറച്ച് ടൈം എടുത്ത്. ആക്ച്വലി ഇപ്പോഴും വന്നിട്ടില്ല. അതെ, ഞങ്ങള് ആ റിയാലിറ്റിയിലോട്ട് വരാൻ കുറച്ച് ടൈം എടുത്ത്, അത് ഇപ്പോഴും വന്നിട്ടില്ല അല്ലേ. ഏറ്റവും ഭാഗ്യം അവള് പ്രിൻസ് ആണ് തന്നെ അവള് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അതിനൊരു ലക്ക് വേണം. അതെല്ലാരും കൊണ്ട് പറ്റില്ല. സന്തോഷം കുറേ കമന്റ്സിലും നമ്മള് കാണുന്നുണ്ട് അല്ലേ ആയിഷ? മാത്രല്ല ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണുന്നുണ്ട്. സ്പീഡായി പോയ പോലെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ ഫുള്ള് ഭയങ്കര സ്പീഡിൽ പോണ പോലെ. രാത്രി എനിക്ക് നമ്മൾ ഈവനിങ് 2 മണിക്ക് വന്നതാണ്. 6 ദിവസമായി എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോ 6th ആണ്, 8th ഡേറ്റ് ആണ്, 6th ആണ്, 6ാം ദിവസമാണ് നമ്മൾ വന്നിട്ട്. അതുപോലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ദിവസങ്ങൾ പോയത്. 2, 3, 4, 5 ബ്രൈറ്റ്. ഞങ്ങൾ മുന്നേ ഞാൻ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു 2ാം തീയതി ബ്രൈറ്റ് ടു ബി ആണ്, 3, 4 ഞങ്ങൾ ജസ്റ്റ് റോം ചെയ്യും, പിന്നെ 5ാം തീയതി മെഹന്തിയാണ്, 6ാം തീയതി റിസപ്ഷൻ, അല്ല 6ാം തീയതി മെഹന്തിയാണ്, 7ാം തീയതി റിസപ്ഷൻ, 8ാം തീയതി ഇതിപ്പോൾ നിക്കാഹ് ഡേ ആയി. ഇന്നും കൂടെ ഒക്കെ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പം ഐ ഗെസ് ആ ഒരു നമ്മളുള്ള ടൈമും ഞാൻ മിസ് ചെയ്യും. കാരണം കുറേ നാളിന് ശേഷം നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി. ഇനിയിപ്പോൾ അടുത്ത പൊന്നിൻ്റെ ഒക്കെ കല്യാണം തന്നെ എന്നെ വിളിക്കോ? ഞാൻ ഈ ബ്രൈറ്റ് ബിക്കാണ് ഇവരൊക്കെ പരിചയപ്പെടുന്നത് തന്നെ അല്ലേ? വിളിക്കും ഓർമ്മ ഉണ്ടാണ്. അവിടുന്ന് പോയി കഴിഞ്ഞാല് ബേബി ഞാൻ കോണ്ടാക്ട് ചെയ്തിരിക്കും. ഇല്ല വാ വീട്ടിലേക്ക് ഇറങ്ങി. നിനക്ക് തൃശ്ശൂർക്ക് അടുത്തല്ലേ ആലപ്പുഴ വരാൻ? ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ എളുപ്പല്ലേ? അതെ, ഇന്റെ നിക്കാവോ? നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്, ഫ്രഷ് ആവാൻ. ഞാൻ ഫ്രഷ് ആവണില്ല കാരണം ഇന്നലെ രാത്രി ഓൾറെഡി ഫ്രഷ് ആയിരുന്നു. എനിക്ക് ഇത്ര ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ആ ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി മുടി ഹെയർ അധികം കുറയ്ക്കരുതെന്ന് പറഞ്ഞു. അവരതുകൊണ്ട് തീരെയും കുറച്ചിട്ടില്ല. നോക്ക്, ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫ് എനിക്ക് ഇത്രയും മുടിയിലാണ്ടുള്ള ഒരവസ്ഥ വന്നേക്കുന്നത്. ഇത്രയുള്ളതെന്ന് ഇത്ര എൻ്റെ കല്യാണമേ കുളമായി. അതെ, ഇല്ല കല്യാണം കഴിക്കുമ്പോ അപ്പത്തിനൊക്കെ വരുന്നുണ്ട്. ഇല്ല നമുക്ക് ഹെയർ സ്റ്റൈലിസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഹെയർ ഒക്കെ നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യും. അപ്പൊ ഋതിക്കനെ കൊണ്ട് ചെയ്യും. എന്നാലും എനിക്കൊരു വിഷമമുണ്ട്. എല്ലാം ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നിക്കാഹൊക്കെ കഴിഞ്ഞിക്കണേ. പിന്നെ നമ്മൾ വീഡിയോക്ക് അനുസരിച്ച് പറയണമല്ലോ. എനിവേ ഇതാണ് ഞാൻ നിക്കാഹിനിടാൻ പോണ. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏഷ്യ നിക്കാഹ് ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യമൊക്കെ പറഞ്ഞതിന് മുന്നേ നിക്കാഹ് അല്ലെങ്കിൽ എൻഗേജ്മെന്റ് ഇതിലേതെങ്കിലും ഒന്നാവും ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നിക്കാഹ് എന്ന് പറഞ്ഞപ്പോൾ ഐ വാസ് ലൈക്ക് ആ ഇൻവൈറ്റ് ചെയ്ത ടൈമിൽ തന്നെ ഐഷന്റെ അടുത്ത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് നോക്കാൻ തുടങ്ങിക്കോന്ന്. ആണെങ്കിലും ഇനിയും സമയം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അത് അവിടെ ഇട്ട്. പക്ഷേ സമയമൊക്കെ വേഗമാണ് പോയത്. അതുകൊണ്ട് തന്നെ വളരെ ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്ക് ഈ ഡ്രസ്സെങ്കിലും കിട്ടിയത്. ആൻഡ് ഓൾസോ ഈ ഡ്രസ്സ് എനിക്ക് സെലക്ട് ചെയ്തത് ഐഷ തന്നെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൾ ഇൻ വൺ ബ്രൈഡ് ആയിരുന്നു. ബ്രൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഐഷ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും പോരാഞ്ഞിട്ട് ഇന്റെയും സൗബുവിന്റെയും അഭിനന്ദനയുടെയും പിന്നെ കേബിയുടെയും ഡ്രസ്സും സെലക്ട് ചെയ്തത് ഐഷ തന്നെയാണ്. ഇതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഐഷാനിട്ട് പോയിട്ടാണ്. ഐഷക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോസ് അയച്ചു. ഐഷക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾ എനിക്ക് അയച്ചു. അങ്ങനെ ഐഷ കണ്ടുപിടിച്ച ഡ്രസ്സാണ് ഞാൻ ഇന്ന് നിക്കാഹിന് ഇടാൻ പോണത്. Lack of sleep, lack of time to dress up. Her specs got missing yesterday. Oh, I found it. Yeah, she found it. She told me. A good thing happened.
തലേ ദിവസം കിടക്കുമ്പോൾ ഒരു 6 മണിക്ക് നീക്കണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ബ്രൈഡ്സ് മേറ്റ്സും കിടന്നത്. പക്ഷെ നീറ്റപ്പോൾ 7 മണി, ജസ്റ്റ് ഒരു മണിക്കൂർ ലേറ്റ് ആയിരുന്നുള്ളൂ. പിന്നെ ഞാൻ രാത്രി ഉറങ്ങാനായിട്ട് മുന്നേ തന്നെ ഫ്രഷ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ നീറ്റ് ഫ്രഷ് ആവേണ്ട പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നീറ്റ് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചിരിക്കും. ഇന്ന് രാവിലെ ടൈം കിട്ടിയില്ല, കാരണം മാറ്റി ഒരുങ്ങി പോകണം. അങ്ങനെ ഫുഡ് കഴിച്ച റൂമിലേക്ക് വന്നതിന് ശേഷം ഞാൻ നേരെ മേക്കപ്പ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മെബിലിന്റെ ഒരു കൺസീലർ ആണ്. അടിപൊളി കൺസീലർ. മൈ മേക്കപ്പ് ലുക്ക്. ബ്ലഷ് അങ്ങോട്ട് കോരി വെതറിയിക്കണ്. I wanted my blush to look like this. Here we have Abhi doing her makeup. ഇതുവരെ വെറുതെ ഇരിക്കായിരുന്നു, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. Why are you like this? എനിക്കധികം സമയമൊന്നും വേണ്ട. നിങ്ങളെ പോലെ എനിക്കധികം സമയമൊന്നും വേണ്ട. അതെ അതെ. ശിവാനി blacked out while doing her hair. Someone cute is getting ready. Who is that? This is the blush expert here. She is putting blush for everyone. Guys, I'm doing my hair now with the hairstylist Ritika. Can you believe that today is Aisha's marriage? I can't believe she's getting married. Everyone is having the same thought. അങ്ങനെ എല്ലാവരും മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മേക്കപ്പ് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് അറിയാത്തൊരു പരിപാടിയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യാന്നുള്ളത്. ആകെ അറിയണത് ഒരു പോണി ടെയിലാണ്. എന്നെ മുടി മുടയാനും അതല്ലാണ്ട് എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും അറിയില്ല. അതുകൊണ്ട് തന്നെ നിൽക്കാൻ ഞാൻ ഫസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ഹെയർ സ്റ്റൈൽ ചെയ്യാന്നിരുന്നു വിചാരിച്ചു. പക്ഷേ ഋതികളുണ്ട് എനിക്ക് സീൻ ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് എന്റെ ഹെയർ സ്റ്റൈൽ ചെയ്തത് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ആ ഹെയർ ബ്രൈഡ് ചെയ്തതൊക്കെ. അങ്ങനെ എന്റെ മാറ്റിലൊക്കെ ഏറെക്കുറെ കഴിയാനായിക്കണ്. നമുക്ക് ജ്വല്ലറി ഇടാം. സ്വർണ്ണം 10 പവൻ. 1000 രൂപയുടെ 10 പവൻ. ആരാ വിളിക്കണേ? ഫോൺ അടിക്കുന്നുണ്ട്. ആരാ വിളിക്കുന്നുണ്ട്? ഇത് ഞാന് വളയിടും, കമ്മലിടും, മാലിടുന്നു ഒരു ഉറപ്പില്ല. എടി എന്റെ ഫോൺ എവിടെ? എടി ഫോൺ കാണാനില്ല. ആരെന്നെ വിളിച്ച്? ഐശാന്റെ ആരോ വിളിച്ച? ഹലോ, മുട്ട അടിച്ചു. ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു. ഞങ്ങള് മുകളിലോട്ട് പോയില്ല, ഫോട്ടോ എടുക്കാൻ വന്നു. ഇപ്പൊ ഇറങ്ങും. സമയം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി കഴിഞ്ഞിരിക്കണു. ഞങ്ങളടുത്ത് 8:30 റെഡിയായി നിൽക്കാനാ പറഞ്ഞത്. പിന്നെ ഐശാൻ്റെ ഒന്നും കഴിഞ്ഞിട്ടില്ല. സോ ഇറ്റ്സ് ഫൈൻ. ഐശ വരണവരെ നമുക്ക് ഒരുങ്ങാൻ ടൈമുണ്ട്. അത് കഴിഞ്ഞാൽ ടൈമില്ല. ഹലോ, ഇത് ഞാന് ഇതൊന്നും ഉറപ്പില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് കൊടുക്കാൻ പോയപ്പോ കണ്ട് കൊടുത്ത വാങ്ങിച്ചതാണ് വെറുതെ. പക്ഷെ ഇന്നെങ്കിലും നല്ലൊരു വീഡിയോ എടുത്തു. ആണേ, വീഡിയോ എടുത്തവരില്ലാത്തൊരു ഫോട്ടോഗ്രാഫി. ഈ വെറുതെ ഇല്ലെന്ന്. ഇതാണല്ലേ സ്യൂട്ട്? സ്യൂട്ട് ഇതാണോ? ഐ എം റെഡി ഗൈസ്. അയ്യോ, റിങ് കിട്ടില്ല. മാല ഇടാല്ലേ? അടുത്ത പോലെ നിക്കാം. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? എന്റെ മുഖത്ത് പുതിയ ചെരുപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വില കൊടുത്തിട്ട് ഒരു ചെരുപ്പ് വാങ്ങിക്കണത്. എത്ര രൂപയാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടില്ല. 730 രൂപ. വന്നിട്ടുണ്ട്, എടുക്കുവാ മോളിലവര്. ഇത്രയും ഹെവി ചെരുപ്പും ഇത്രയും ഹെവി ഡ്രസ്സും ഇത് എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒരു കല്യാണത്തിന് ഇത്ര ചെലവാക്കിയിട്ടുണ്ടാവൂല. നീ ഒന്ന് ഇത് ചെയ്യണം. എനിക്ക് പുതിയ ചെരുപ്പ്. ഫ്ലെക്സിങ് ഇൻ മൈ പുതിയ ചെരുപ്പ്. ഇവനോടാണോ പറയണേ? കിട്ടൂലട്ടോ, വേറെ ആരെങ്കിലും പറഞ്ഞോ? Guys, this is my final look. Here is my ചെരുപ്പ്. കാണുന്നില്ല. ഐശാന്റെ കല്യാണമാണ് ഗൈസ്.
എന്ത് ഐഷ അവിടെയാണോ സൗപ്പു കയ്യില് ഫുള്ള് സോ ഗൈസ് ബാ നമുക്ക് ഒരുമിച്ച് എല്ലാവരും വാ. ഞങ്ങളെല്ലാരും റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ആ ലെഹങ്കയിൽ ഐഷ നല്ല ലെങ്കി മറിയുണ്ടായിരുന്നു. ഐഷ എന്ത് ഡ്രസ്സ് ഇടാന്നുള്ളത് ഏത് കളർ ആവാന്നുള്ളത് ഒരു സസ്പെൻസ് ആയിരുന്നു. എന്തായാലും ആ ഒരു ഫൈനൽ ലുക്ക് വാസ് സോ പ്രിറ്റി നല്ല രസമുണ്ടായിരുന്നു മാഷാഅല്ലാഹ്. എനിവേ എല്ലാരും മെല്ലെ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഞങ്ങൾ അങ്ങനെ വണ്ടി കയറി പോവാൻ നിൽക്കുകയാണ്. എനിക്ക് ഇപ്പോഴും കല്യാണത്തിന് പോവാന്ന് ഒരു തോന്നലില്ല, വെറുതെ മാറ്റിയൊരുങ്ങിയ മാതിരി. കുറെ പ്രശ്നങ്ങളാണ് ഗൈസ്, ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ. ഓവർ തിങ്കർ. നീ ഇന്നലെ എന്തിനാ കരഞ്ഞ്? ഞാൻ എന്തിനാ കരഞ്ഞല്ലോ? ആറ്റിക്കരുത്, ഇതെന്റെ വ്ളോഗാണ്. KP ഹിയർ. KP സീനാട്ടോ, ഒന്ന് പറഞ്ഞ് രണ്ട് തിരിച്ചു പറയും. അങ്ങനത്തെ ഒരു ടീമാണ്. നിങ്ങൾ KPനെ കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അതെ, വിട്ടു നടക്കുക. കീപ് ഡിസ്റ്റൻസ്. കല്യാണത്തിന് പോകാൻ ആൾക്കാരെ കൊണ്ട് വെറി സൗബു ലുക്ക്. ആ ലുക്ക് എന്ന് പറഞ്ഞ കയ്യേറ്റ് ലുക്കാ. Again, can you please shout at her? ऐसे ही साड़ी उतर रही है, फिर उतर जाएगी. रहने देते हैं ना यार प्लीज. आयशा को बोलेगी प्लीज. മനസ്സിലായോ? तुरंत बोल रही है, कर दे. നമുക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും മാത്രമേ അറിയൂ, സംസാരിക്കാൻ അറിയില്ല. അങ്ങനെ കാറിലൊക്കെ കയറിയിട്ട് വെറുതെ എന്തൊക്കെയോ എന്തിനൊക്കെ പറ്റിയിട്ട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കാറിൻ്റെ ഉള്ളിൽ. എനിക്കാണെങ്കിലും നേരെ ചെയ്യാൻ ഒരു സ്ഥലത്ത് നിന്നിട്ടൊക്കെ ഡാൻസ് ചെയ്യാൻ പറ്റൂല. അപ്പോഴാണ് കാറിൽ ഇരുന്നിട്ട് ഇന്നലെ നിക്കാനായിട്ട് എന്നെ നിർബന്ധിച്ച് സ്റ്റേജമ്മ കയറ്റിയിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേജമ്മ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കി നടന്നൊന്നും ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ആ സ്റ്റേജമ്മ ഇരുന്നിട്ട് അത്രയും ഇല്ലാണ്ടായിക്കണ്. കാരണം ഞാൻ ഓരോ സ്റ്റെപ്പും തെറ്റിക്കും. അത്ര തെറ്റിക്കണില്ലെങ്കിലും കുറച്ച് പേര് തെറ്റിക്കണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് സമാധാനം. പിന്നെ ഐഷ എല്ലാവരും ഇങ്ങനെ അതിനെന്താ സീനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ലൈക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എനിവേ നമ്മളിപ്പോ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ എന്റെ മൈൻഡിൽ പഠിച്ചോനെ ശരിക്കും ഐഷാന്റെ കല്യാണം തന്നെ ആണോ, ഇത് വലിയ സ്വപ്നമാണോ എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് അറിയില്ല, എവറിത്തിങ് ഈസ് ഹാപ്പനിങ് സോ ഫാസ്റ്റ്. സമയം വളരെ പെട്ടെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴോ നല്ല വെയിലായിരുന്നു. പിന്നെ വെയിൽ അത്ര സുഖമില്ലാന്നുണ്ടെങ്കിലും വെയിലത്ത് എല്ലാരെയും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. എല്ലാവരും ഒരു പേസ്റ്റിൽ കളർ ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ എത്തിയ പാടെ അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ചെറുതായിട്ടൊരു ഫിറ്റ് ചെക്കിന്റെ വീഡിയോ എടുക്കാൻ പോയത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് എന്റെ ബാക്കി കുറച്ച് ഫ്രണ്ട്സ് വന്നു. അതായത് എന്റെ വേറെ കുറച്ച് ഓൺലൈൻ ഫ്രണ്ട്സ്. എനിക്കിത് ഐഷാനെ പിന്നെ നേരത്തെ കാണിച്ച 3 പേരെയും എല്ലാരെയും കിട്ടിയത് ഇൻസ്റ്റഗ്രാമത്തിൽ നിന്നാണ്. അതൊരു വലിയ കഥയാണ്, പിന്നെ പറയാം. എനിവേ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. ഐഷാനെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് കാറായിരുന്നു. കാറുമത്തെ ഡെക്കോർ നല്ല രസമല്ലേ. പൊതുവേ ഞാൻ കാണല് കാറിന്റെ ഫ്രണ്ടിൽ കുറെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഐഷ വന്ന വണ്ടിയുമ്പോൾ കാറിന്റെ ഫ്രണ്ടിലും ഉണ്ടായിരുന്നു, പിന്നെ ഡോറിന്റെ സൈഡിലും ഉണ്ടായിരുന്നു. ഐഷ ഇരിക്കുന്ന ഡോറിന്റെ സൈഡിൽ നല്ല രസത്തില് ഫ്ലവറും പിന്നെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം അത് പിൻട്രസ്റ്റിലായിരുന്നു മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. അതായത് ഐഷന്റെ കല്യാണമാണല്ലോ, ഫുള്ള് പിൻട്രസ്റ്റ് വൈബ് ആയിരുന്നു. സ്റ്റേജ് ഡെക്കോർ അങ്ങനെ കല്യാണത്തിനുള്ള എല്ലാം ഫുള്ള് പിൻട്രസ്റ്റ് വൈബ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും ഓഡിറ്റോറിയത്തിനകത്ത് കയറി ഇത്രയ്ക്കാണ് നിക്കാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉള്ളിൽ എല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റിൽ ആവണല്ലോ. അപ്പൊ ഐഷാക്ക് ഇരിക്കാൻ വേണ്ടിട്ട് ഈ ഒരു കൂട് പോലത്തെ നല്ല രസമുള്ള ഒരു സ്ഥലം ഉണ്ട്. പിന്നെ ഗേൾസ് എല്ലാവരും മേലേക്ക് വന്നു, കാരണം നിക്കാഹ് നടക്കുന്ന സമയത്ത് താഴെ ഫുൾ ആണുങ്ങളായിരിക്കും. അപ്പൊ ലേഡീസ് എല്ലാവരും മേലെയും ജെന്റ്സ് എല്ലാവരും താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ നിക്കാഹ് അതിന്റെ ടൈമിൽ ഐഷന്റെ കൂടെ ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഐഷ താഴെ ആ ഒരു കൂടിന്റെ ഉള്ളിലും ഞങ്ങളെല്ലാരും പിന്നെ മേലെയായിരുന്നു. ഇത് സ്വപ്നമാണോ അത് ശരിക്കും നടക്കുന്നതാണോ? സഹോദരങ്ങളെ, വളരെയധികം പവിത്രതയേറിയ മഹത്വമേറിയ ഒരു കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ്.
അങ്ങനെ മാഷാ അല്ലാ നിക്കാഹൊക്കെ കഴിഞ്ഞു. ഞങ്ങളിത് മേലെ ഇരുന്ന് കാണുന്ന സമയത്ത് ഐഷന്റെ കുറച്ച് ഫ്രണ്ട്സ് നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഐഷനെ അറിയണ എല്ലാവർക്കും ഇതൊരു ഡ്രീം മൊമെന്റ്. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐഷനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പം തന്നെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഐഷ ഫ്രം മിസ് ഐഷ ടു മിസ്സസ് ഷൈൻ. അതെ, ഐഷ അങ്ങനെ മിസ്സിൽ നിന്നും മിസ്സസ് ആയിട്ടുണ്ട്. എന്തല്ലേ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇനി ഭാവിയിലാവുക. ഈ ഇരിക്കുന്ന എല്ലാരെയും നോട്ട് ചെയ്ത് വെച്ച് വരും വർഷങ്ങളിൽ കാണാം. ലുക്ക് സോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഐഷന്റെ കല്യാണത്തിന്. ഇവരൊക്കെ എൻ്റെ ഓൺലൈൻ ഫ്രണ്ട്സ് ആട്ടോ. ഹായ് ഗൈസ്, ദീസ് 3 of them are from കണ്ണൂർ. കണ്ണൂരാ? സോറി, തിരൂര്. കണ്ണൂർ മാറിപ്പോയതാ. റൈമിംഗ് ആണല്ലോ. കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ട്. സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് നമ്മള് ഇത് കാണുമ്പോൾ കഴിക്കാൻ തോന്നും, പക്ഷെ കഴിക്കരുത് അല്ലേ? കഴിക്കരുത്, ഉറപ്പല്ല. കഴിക്കും. കഴിക്കാൻ തോന്നും, പക്ഷേ കഴിക്കരുത്. അടുത്ത നസറിന്റെ അറിയില്ല, ചെറിയ പൊതിയൊക്കെ ഇല്ലേ? ഇത് കാണുമ്പോ പുതിയ വരും, അതിന്റെ ശാലിക്കുമ്പോ പുതിയ വരും. അങ്ങനെ നിക്കാഹിന് ശേഷം അടുത്ത ഡ്രീം മൊമെന്റ് ആയിട്ടുള്ള ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും എൻട്രി. ഗൈസ് ഞങ്ങൾ എൻട്രി കാത്തുക്കാണ്. ജബാനുണ്ട്, നസ്രിയുണ്ട്, ജിഫ്ലിയുണ്ട്, ഞാനും കഷ്ടത്തിലാണെന്ന് തോന്നുന്നു. വിശാൽ പ്രോ तेरे लिए घर बनाऊं, दीवार नीले रंग से सजाऊं, पसंद है तुम्हें मालूम है, तुमने बताया था एक അങ്ങനെ പുതിയ ഭാര്യയും ഭർത്താവും സ്റ്റേജിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡിനെ പറ്റി പറയാണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല, കാരണം നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. സുഖേഷ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിന് പുറത്തേക്ക് ഞാൻ പറഞ്ഞു ശരിക്കും പരിപാടി കഴിഞ്ഞു ഗൈസ്. ക്ഷീണമായി ഗൈസ്. ഇന്ന് പോകണം, ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകണം, തൃശ്ശൂർ.
ഇനി എന്തോരം യാത്ര ചെയ്യാൻ കിടക്കുന്നു ഗൈസ്. ഇതും കണ്ടു പോവും. നിങ്ങൾ കല്യാണം കഴിഞ്ഞു ഓൾ ദിസ് നെക്സ്റ്റ് ആയിഷാന്റെ ഐഷന്റെ ബൈ ഗൈസ്. ഇറ്റ്സ് ഓവർ ഗൈസ്. Done and dusted. Yeah. Is your food? I loved the food. I ate I so think much they extra. made something special for you. Yeah, I What? didn't know. What? Paneer only. Ha ha ha. I didn't know, but I ate before, and after that I ate more. Oh, she ate more curry more than paneer. If you don't know, she had more curry twice. Third time paneer. Okay, well, I heard someone say Squash had some special food. Yeah, they came and said Yeah, she yeah. had twice, and then they came and said we made it specially for you, and she couldn't say no. So I'll eat it. Who? That boys? Or No, അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഐഷാന്റെ വീട്ടിൽ പോകണമെന്നായിരുന്നു എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത്. ഐഷന്റെ അവിടെ എത്തുമ്പോൾ ഒരു 4:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 6 മണിക്കാവുമ്പോ ഇറങ്ങാന്ന് വിചാരിച്ചെങ്കിൽ കല്യാണത്തിന്റെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ എല്ലാവരും നല്ല ഉറക്കം നീക്കാൻ ഒരു 7:30-8 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തായാലും പോകാൻ പറ്റില്ല, കാരണം ആ ടൈമിൽ നീല ബസ് ഉണ്ടാവില്ലല്ലോ. ബാംഗ്ലൂരിൽ നിന്നും ട്രിവാൻഡ്രത്തു നിന്നൊക്കെ വന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവരെല്ലാരും പോയി, എനിക്ക് മാത്രം പോകാൻ പറ്റിയില്ല. എനിവേ എല്ലാരും പോണങ്ങാട്ടി മുന്നേ ഐഷന്റെ റൂമിലെത്തി അതിന് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യുന്നത്. അപ്പൊ ഐഷ ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സ് ചെയ്യുന്ന ഒരു വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ ചോക്ലേറ്റ് ഹാമ്പർ പൊട്ടിച്ചിട്ടുള്ള ചോക്ലേറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചോക്ലേറ്റ് അങ്ങനെ ഓരോ ഗിഫ്റ്റ്സ് ഇങ്ങനെ അൺബോക്സ് ചെയ്ത് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്തതിന് ശേഷം എന്തായാലും മലങ്കോലാവുമല്ലോ. ഞാനും ഐഷയും കൂടിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. ഈ ടൈമിൽ ഫ്രണ്ട്സ് ആയിട്ട് ഞാനും അഭി മാത്രം അവിടെ ഉണ്ടായിരുന്നു. ബാക്കി സൗബു, ശിവാനി, ഋതിക, ഖ്വായിഷൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് കോഴിക്കോടാണ് ബസ് വരുന്നത്. അപ്പൊ അവർക്ക് നേരത്തെ പോകണം. അഭിക്ക് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവിടെ നിന്നായിരുന്നു ബസ്. അവള് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞതിന്റെ ശേഷം ഈ ഐഷാന്റെ റൂമിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കല്യാണ വ്ലോഗ് ഏറെക്കുറെ കഴിഞ്ഞു. എനിക്കൊരു കാര്യം പിന്നെ പറയണമെന്ന് തോന്നിയിട്ടില്ല. ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള കുറെ മനുഷ്യന്മാരെ ഒരുമിച്ച് കാണുന്നത് പുറത്ത് വന്നതിന് ശേഷമാണ്. എസ്പെഷ്യലി കൊണ്ടോട്ടി ഭാഗത്ത് മനുഷ്യന്മാർക്ക് ഇത്രയും സ്വീറ്റ് ആവാൻ പറ്റാന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡേയ്സ് ഫുൾ ഐഷന്റെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അടിപൊളിയായിരുന്നു. ഫീലിംഗ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഞാൻ എന്റെ ലൈഫിൽ കണ്ടല്ലോ എന്ന് ആലോചിച്ചു. സ്പെഷ്യൽ താങ്ക്സ് ടു ഐഷ, ഐഷന്റെ ഫാമിലി, ഐഷന്റെ friends, and to all of you guys. Anyway, thank you so much for watching. Bye.